ലഹരിക്ക് അടിമപ്പെട്ട അക്രമാസക്തനായ ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ ASIക്കും CPOയ്ക്കുമാണ് മർദ്ദനമേറ്റത്. അരുണാചൽ പ്രദേശ് സ്വദേശിയായ ധനഞ്ജയ ധിയോറിയാണ് പോലീസിനെ ആക്രമിച്ചത്. ലഹരിക്ക് അടിമയായ അക്രമാസക്തനായ ഒരാൾ വാഹനങ്ങൾ തടയുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തിയതും. കിരൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. അത് ഇന്നലെ രാത്രി 11:30 ഈ സംഭവം നടന്നത്. കാക്കനാട് ഈച്ചമുക്ക് ഭാഗത്ത് ലഹരി ഉപയോഗിച്ച ഒരാൾ വാഹനങ്ങൾ തടയുന്നു എന്ന വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംഘം ഇവിടെ എത്തിയത്. ഈ സമയത്ത് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടിരുന്ന ഈ അരുണാചൽ സ്വദേശിയായിട്ടുള്ള മഹാദേവ് ധനഞ്ജയ് ദിയോറിനെ പോലീസ് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം വലിച്ചു കീറാൻ ശ്രമിച്ച ഇയാൾ വിസിൽത്തോട് ഉപയോഗിച്ച് മുഖത്തടിക്കുകയും ഒപ്പം സമീപത്ത് കിടന്നിരുന്ന കരിങ്കൽ ഉപയോഗിച്ച് പോലീസുകാർക്ക് നേരെ എറിയുകയും ചെയ്തിരുന്നു. ASI ഷിബിൻ കുര്യാക്കോസിനും CPO ആയിട്ടുള്ള അനീഷ് കുമാറിനുമാണ് ഇയാളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഈ ഷിബിൻ കുര്യാക്കോസിന്റെ തലയിൽ വലിയ മുറിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. 7 സ്റ്റിച്ചോളം തലയിലിട്ടിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ഇയാളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ആക്രമിച്ചെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഏതായാലും പോലീസിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇയാളെ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് തൃക്കാക്കര പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി കിരൺ.